നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് അഥവാ CTC. വരാനിരിക്കുന്ന ഭരണമാറ്റവും പുതിയ നയങ്ങളും US-ന്റെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക പലർക്കുമുണ്ട്. പ്രത്യേകിച്ച് നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസ് അടുത്തിടെ നടത്തിയ ചില പരാമർശങ്ങൾ ഈ ചർച്ചകൾക്ക് പുതിയൊരു തലം നൽകിയിരിക്കുകയാണ്. എന്താണ് JD വാൻസിന്റെ ആ പരാമർശമെന്നും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചും നോക്കാം. യഥാർത്ഥത്തിൽ എന്താണ് ഈ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ്? ലളിതമായി പറഞ്ഞാൽ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് സർക്കാർ നൽകുന്ന ഒരു നികുതി ഇളവാണിത്. നിലവിൽ ഒരു കുട്ടിക്ക് $2000 വരെയാണ് ക്രെഡിറ്റ് ലഭിക്കുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടം ഇത് $5000 ഉയർത്തുമെന്ന സൂചനകളാണ് വാൻസ് നൽകുന്നത്. ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ല, മറിച്ച് US-ൽ ജീവിക്കുന്ന ഓരോ മലയാളി കുടുംബത്തിന്റെയും മാസ ബജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. US കമ്മ്യൂണിറ്റിയിൽ മിക്കവരും പ്രൊഫഷണൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഉയർന്ന നികുതി നിരക്കുകൾ നൽകുന്ന പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വർധനവ് വലിയൊരു ആശ്വാസമാകും. ഉദാഹരണത്തിന് 2 കുട്ടികളുള്ള ഒരു മലയാളി കുടുംബത്തിന് നിലവിൽ ലഭിക്കുന്ന $4000 പകരം $10000 നികുതി ഇളവ് ലഭിക്കുകയാണെങ്കിൽ അത് അവരുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങൾക്കോ വലിയ രീതിയിൽ സഹായകരമാകും. JD വാൻസും ഭാര്യ ഉഷ വാൻസും തങ്ങളുടെ 4ാമത്തെ കുട്ടിയെക്കുറിച്ച് എടുത്ത തീരുമാനം പോലും ഈ ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം അമേരിക്കയിൽ ജനന നിരക്ക് കുറഞ്ഞു വരുന്നത് ഗൗരവകരമായ വിഷയമായിട്ടാണ് ട്രംപ് ഭരണകൂടം കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വാഷിംഗ്ടൺ DC-യിൽ നടന്ന റാലിയിൽ പ്രോ ലൈഫ് നിലപാട് JD വാൻസ് വളരെ ഗൗരവത്തോടെയാണ് പറഞ്ഞത്. താൻ അബോർഷന് എതിരാണെന്നും ജീവൻ സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും വാൻസ് ആവർത്തിച്ചു പറഞ്ഞു. അബോർഷൻ സേവനങ്ങളെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾക്കുള്ള US വിദേശ സഹായത്തിന് നിരോധനം വിപുലീകരിച്ചത് ഉൾപ്പെടെയുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നേട്ടങ്ങൾ വാൻസ് റാലിയിൽ ഓർമ്മപ്പെടുത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അബോർഷൻ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അമേരിക്കൻ ഫണ്ടുകൾ പിൻവലിക്കുന്നത് വഴി തങ്ങളുടെ കടുത്ത പ്രോ ലൈഫ് നയം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുകയാണ് ട്രംപ് സർക്കാരെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് വിരൽ ചൂണ്ടുന്നത് അമേരിക്കയിലെ മാറുന്ന കുടുംബ നയങ്ങളിലേക്കാണ്. കുടിയേറ്റക്കാരായ നിരവധി ആളുകൾക്ക് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഭാഗമായി വരുമ്പോൾ ഇത്തരം പോളിസി മാറ്റങ്ങൾ അവരുടെ ജീവിത നിലവാരത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് ആനുകൂല്യം എല്ലാ വരുമാനക്കാർക്കും ഒരുപോലെ ലഭിക്കുമോ എന്നുള്ളതാണ്. ഉയർന്ന വരുമാനമുള്ള പ്രൊഫഷണലുകൾക്ക് ഇതിന്റെ പൂർണ്ണ ഗുണം ലഭിക്കണമെങ്കിൽ നിലവിലുള്ള ഫേസ് ഔട്ട് പരിധികളിൽ മാറ്റം വരുത്തേണ്ടി വരും. റിപ്പബ്ലിക്കൻ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഈ നയം നടപ്പിലായാൽ അത് ഇവിടുത്തെ മധ്യവർഗ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് കഠിനാധ്വാനികളായ ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയൊരു സാമ്പത്തിക ഊർജമാകും നൽകുക. അമേരിക്കയിലെ പുതിയ നിയമനിർമ്മാണങ്ങൾ ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ബാധിക്കുന്നത് ഇവിടെയുള്ള നമ്മുടെ പോക്കറ്റിനെയാണ്. ഡേ കെയർ ചെലവുകളും വിദ്യാഭ്യാസ ചെലവുകളും കുതിച്ചുയരുന്ന ഈ കാലഘട്ടത്തിൽ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റിലെ മാറ്റങ്ങൾ പ്രവാസി മലയാളികൾക്ക് വലിയൊരു ആശ്വാസമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.